ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 88 ശ്ലോകം 1, 2, 3. പ്രാഗേവാചാര്യപുത്രാ ഹൃദി നിശമനയാ സ്വീയഷട്സൂനുവീക്ഷാ കാംക്ഷന്ത്യാ മാതുരുക്ത്യാ സുതലഭുവി ബലിം പ്രാപ്യതേനാർപ്പിതാം സ്ത്വം. ധാതുശാപാദ്ധിരണ്യാന്വിതകശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദമനയഥാ പൂർവപുത്രാൻ മരീചേഃ. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈഃ സമേതഃ. ഗച്ഛൻ ദ്വിമൂർത്തിരുഭയോർയുഗപന്നികേതം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാരഃ അന്യേന തദ്ദിനഭൃതൈശ്ച ഫലൗദനാദ്യൈഃ തുല്യം പ്രസേദിത ദദാഥ ച മുക്തിമാഭ്യാം. പ്രാക് ഏവ ആചാര്യപുത്ര ആഹൃതി നിശമനയാ. പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയാ സ്വീയഷട്സൂനുവീക്ഷാം കാംക്ഷന്ത്യാ മാതുഃ ഉക്ത്യാ സുതലഭുവി ബലിം പ്രാപ്യ തേന അർച്ചിതഃ ത്വം. ധാതുഃ ശാപാദ് ഹിരണ്യാന്വിതകശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയ ഏനാൻ പ്രദർശ്യ സ്വപദം അനയഥാഃ പൂർവപുത്രാൻ മരീചേഃ. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വം അനുഗ്രഹീതു കാമഃ മിഥിലാം പ്രാപിത താപസൈഃ സമേതഃ. ഗച്ഛൻ ദ്വിമൂർത്തിഃ ഉഭയോഃ യുഗപത് നികേതം ഏകേന ഭൂരി വിഭവൈഃ വിഹിത ഉപചാരഃ അന്യേന തത് ദിനഭൃതൈഃ ച ഫല ഓദന ആദ്യൈഃ തുല്യം പ്രസേദിത ദദാഥ ച മുക്തിം മുക്തിമാഭ്യം. പദങ്ങൾ. ഹരേ കൃഷ്ണ. 88ാമത്തെ ദശകത്തിൽ ആദ്യത്തെ 3 ശ്ലോകം കൊണ്ട് ചൊല്ലിത്തീർക്കപ്പെട്ടത് എന്നല്ലാന്ന് വെച്ചാൽ സന്ദീപനി മഹർഷിക്ക് നഷ്ടപ്പെട്ടു പോന മൃത്യു കൊണ്ടുപോന പുത്രനെ തിരുമ്പിക്കൊണ്ട് കൊടുക്കറ. അപ്പുറം തന്നോട് അമ്മയ്ക്ക് പൂർവജന്മാരാന രാമനും കൃഷ്ണനും പുറക്കകത്തേക്ക് മിന്നാടി പിറந்த കുഴന്തകളെല്ലാം അമ്മയ്ക്ക് കൊണ്ട് കാട്ടപ്പെട്ടത്. ശ്രുതദേവൻ ബഹുലാശ്വം ചൊല്ലി 2 പേർക്ക് ഒരേ സമയത്തിൽ 2 ഭഗവാൻ അവൾക്ക് അവ കൂടെ സ്പെൻഡ് പണ്ണപ്പെട്ട ടൈം. അതുക്കപ്പുറം യോഗ മായ 4 ഒരേ സമയത്തിൽ 2 പേരെയും ഒരേപോലെ അനുഗ്രഹിക്കുക. ഇത്രയൊക്കെ 3 ശ്ലോകങ്ങളിൽ. അത് കഴിഞ്ഞ് സന്താന ഗോപാലൻ കഥയും പാക്കണം. അപ്പം ആദ്യം എന്നെ ചൊല്ലുന്ന ആചാര്യപുത്രാ ഹൃദി നിശമനയാ പ്രാഗ് ഏവ. ആചാര്യനാണ് സന്ദീപനി മഹർഷി. അവളോട് 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ചാച്ച്. ഇന്നൊരു വിധത്തിൽ ചെന്നാൽ ഭഗവാൻ 64 കലയും സന്ദീപനിക്ക് മുന്നാടി ആടി കാട്ടിനാർ. എല്ലാം കാട്ടിക്കൊടുത്താർ ഓരോ കലകളും. അപ്പടിങ്കരുത് ആചാര്യന് ഇത്രയും പെരിയൊരു പദവിക്ക് ഉയർത്തിനാർ. കൃഷ്ണരോട് ഗുരുങ്കറ പേര് സന്ദീപനിക്ക് കിടച്ചത്. അത് മുടിച്ചിട്ട് അവൾക്ക്
എന്നാவது ഗുരുദക്ഷിണ കൊടുക്കണമില്ല, എന്നെ ഗുരുദക്ഷിണ കൊടുക്കരുത്. അപ്പോൾ ആചാര്യനക്ക് ഇഷ്ടപ്പെട്ടത് എന്നാക്കും അതൊക്കെ ഗുരുദക്ഷിണയായിട്ട് കൊടുക്കണം. അപ്പോൾ ഭഗവാൻ കേപ്പർ എന്നെ നാം ഗുരുദക്ഷിണയാ തരണം കേപ്പർ. അപ്പോൾ ഇവർക്ക് സന്തോഷം, കൃഷ്ണർക്ക് ഗുരുവായിരുന്നേങ്கிறதுக்கு மேலே சாந்தீபனிக்கு இன்னொரு ഗുരുദക്ഷിണയേ തേവയില്ലേ. ഞാൻ ആചാര്യ പത്നി മുള്ള ചൊല്ലറ ഞങ്ങൾക്കൊരു പുത്രൻ ഇരുന്നാൻ, എന്താ പുത്രൻ നഷ്ടപ്പെട്ടു പോയിട്ടാൻ, എന്താ ജലത്തിൽ പോയി എന്താ ജലദേവത എടുത്തുന്തൂട്ടാ ഞങ്ങളോട് നഷ്ടமான പുത്രന് എന്നെ വേണ ചെയ്യறதுக்குள்ள ശക്തിയുള്ള ஈஸ்வரனாக்கு முன்னாடி இருக்கப்பட்டதுங்கிறது தெரிஞ்சிருந்து குருபத்னி கேட்க உடனே கிருஷ்ணர் போய் வருணலோகத்துக்கு போகிறார். இப்போ வருணலோகத்தில் போய் பார்த்தப்போ அங்கே ആചാര്യപുത്രനില്ലേ, പഞ്ചജനൻ ചെന്ന രാക്ഷസൻ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പടിയെന്ന് ചൊല്ലി എന്താ പഞ്ചജനന് ഒരു ശംഖോട് രൂപത്തിലേക്കും പഞ്ചജനെ ഇരിക്കാൻ പഞ്ചജനെ വധം പണി എങ്ക ഗുരുപുത്രൻ കേൾക്ക മൃത്യുദേവത കൊണ്ടുപോയച്ച് ചൊല്ലറ அந்த പാഞ്ചജന്യങ്കറ அந்த ശംഖയും എടുത്തുണ്ട് നേരെ മൃത്യുദേവതയുടെ പോറാൻ അങ്ങ് പോനപ്പോൾ ആചാര്യപുത്രനെ കടച്ചത് അവളെയും அந்த കുഴന്തയും കൊണ്ടുവന്ന് ആചാര്യനക്ക് ഗുരുദക്ഷിണയാ കൊണ്ടുവന്ന് കൊടുക്കറാർ. സ്വീയ ഷഡ് സൂനു വീക്ഷാം കാക്ഷന്ത്യാ മാതുഹു ഉക്ത്യാ. ഇത് മുഴിഞ്ഞ് തിരുപ്പി കൊട്ടാരത്തേക്ക് വര ദേവകി ദേവി ചൊല്ലറ ഗുരുവോട് പുത്രനെ എല്ലാം കൊണ്ടു കൊടുത്തേ കൃഷ്ണ, ഉനക്കും ബലരാമരുക്കും മുന്നാടി എനിക്കൊരു 6 കുഴന്തകൾ പിറന്താ. இந்த കുഴന്തകൾ ആശ തീരെ എനിക്കൊന്ന് പാക്കക്കൂടി മുടിയല്ലേ, അതൊക്കെയുള്ള കംസൻ എല്ലാവരെയും വധം പണിയൂട്ടാൻ. അപ്പം എനിക്ക് அந்த കുഴന്തകളെ പാക്കണമേ அப்படின்னு சொல்ல സുതല ഭുവി ബലിം പ്രാപ്യ തേന അർപ്പിതാൻ ധാതുഹു ശാപാത് അർപ്പിതാൻ. അപ്പം അമ്മക്ക് തറയും ചൊല്ലിന്ത് നേരെ സുതലത്തിൽ പോയി മഹാബലിയിട്ട പോയി മഹാബലി அந்த കുഴന്തകൾ 6 പേരെയും കൊടുക്കറ. അപ്പം ഇതൊക്കെ എന്നാക്കും കാരണം அப்படின்னு കേട്ടാനാ മുന്നാടിയുള്ള മന്വന്തരത്തിൽ മരീചിക്ക് സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃത്, ഘൃണി இப்படி 6 കുഴന്തകൾ ഉണ്ടായിരുന്നു. മരീചി വന്ന് ബ്രഹ്മാവോട് പുത്രൻ. മരീചി അത്രി അങ്കിരസ് നമ്മൾ പാത്തിരിക്കും നേരെ 10ാമത്തെ ദശകത്തിലെങ്കിൽ പാത്തിരിക്കും. അപ്പം அந்த മരീചിയോട് കുഴന്തകൾ இந்த பிரம்மா வந்து சிருஷ்டி பண்ணி 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 வரத்தை സരസ്വതി ദേവിയെ സൃഷ്ടി പണ്ടാൻ. സരസ്വതി ദേവിയോട് സൃഷ്ടിയിൽ അവർക്കേ ഒരു സന്തോഷം തോന്നുക. നമ്മളോട് നമ്മളത് നേരത്തെ ചൊന്നതാക്കുക, നമ്മോട് സൃഷ്ടികളെ നമ്മളൊരു കോലം പോടുറോ അല്ലാട്ടോ ഒരു പടം വരയ്ക്കറോ അല്ലാട്ടോ ഒരു കവിത എഴുതറോ അത് കഴിയർത്തെ നമ്മളൊക്കെ നമ്മോട് എന്നേക്ക് നന്നാ ചെയ്തേക്കും എന്നെ ഒരു ചമയൽ പണ്ണറോ ചമയൽ പണ്ണി കഴിയർത്തെ ഇന്നത്തെ ചാപ്പാട് ബേഷ് ரொம்ப നന്നാ വന്നിരിക്കുക அப்படின்னு നമ്മൾക്കേ നമ്മൾ സെൽഫ് അപ്രൈസൽ. അതേമാതിരി ബ്രഹ്മ തന്നോട് സൃഷ്ടിயான സരസ്വതി ദേവിയെ ഒരു നിമിഷം அப்படியே பார்த்துந்து നിൽക്ക. இந்த കുഴന്തകൾ ഇരിക്കെ ബ്രഹ്മാവ് பார்த்து ചിരിച്ചാളാം. அதை பார்த்தപ്പോൾ ബ്രഹ്മാക്ക് കോപം വന്നെടുത്തു. ഉടനെ ബ്രഹ്മ ഇരിക്കെ 6 കുഴന്തകളെയും അസുരയോനിയിലെ പുറക്കത്തേക്ക് ഉള്ള ഇടവരട്ടം ചൊല്ലി ശാപം കൊടുത്തത്. അപ്പടി ഹിരണ്യകശിപുവോട് പുത്രന്മാരായിട്ട് ഇവ ജനിച്ച അത് കഴിഞ്ഞ് അപ്പം അസുരയോനി അയച്ചേ തിരുപ്പി ഇവാൾക്ക് മോക്ഷം കിടക്കണമേ അതുക്കാ വേണ്ടി ദേവകി വസുദേവന്മാരോട് കുഴന്തകളായിട്ട് 6 കുഴന്തകളും പുറക്കറ. ധാതുഹു ശാപ ധാതു എന്ന ബ്രഹ്മാവോട് ശാപത്ത് 4 ഹിരണ്യാന്വിത കശിപു ഭവാൻ ശൗരിജാൻ. ഹിരണ്യകശിപുവോട് പുത്രന്മാരായി ജനിച്ച് അതുക്കപ്പുറം ശൗരിജാൻ വസുദേവ പുത്രന്മാരായി പിറന്ന് കംസഭഗ്നാൻ മരീചേഹേ കംസനാൽ നിഗ്രഹിക്കപ്പെട്ട
மரீச்சேகே பூர்வபுத்திரான், அந்த மரீச்சியோடு முன்னாடி இருந்த குழந்தைகளை ஆனிய பிரதர்ஷியா கொண்டு வந்து அம்மைக்கு காட்டி கொடுக்குறான். அவளை பார்த்ததும் அந்த தேவகி தேவிக்கு அப்படியே ஸ்தன்யம் வந்துதான். அந்த குழந்தைகளை 6 பேரையும் உட்காத்தி வச்சு ஸ்தன்யപാനം கொடுத்தாளாம். இப்போ பகவானுக்கு ஸ்தன்யപാനം கொடுத்ததுக்கு அப்புறமாக்கும் இந்த குழந்தைகளுக்கு ஸ்தன்யപാനം கிடச்சிது. அதனால அவளுக்கு எல்லாம் மோட்சம். ஏனான் ஸ்வபதம் ത്വം അനയഥാഹ, എല്ലാവരും മോക്ഷം കിടച്ച് സ്വസ്ഥാനത്തേക്ക് തിരുമ്പി പോനാ. ഇനി ശ്രുതദേവൻ ബഹുലാശ്വൻ ചൊല്ലി 2 പേർ. ശ്രുതദേവൻ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ബഹുലാശ്വൻ രാജ. 2 പേർക്കും ഭഗവാനിലെ ഒരേമാതിരി ഭക്തി. ഇപ്പോൾ രാജാவோட இடத்துல வந்து கூப்பிடுறா, கிருஷ்ணரை எங்காத்துக்கு வரணும், சபரிவாரம் வரணும்னு சொல்கிறா. இந்த பிராமணனோட ஆற்றுலையும் கூப்பிடுறாளாம், பகவானை என்னோட ஆற்றுக்கு வர முடியுமா அப்படின்னு. അപ്പം ഭഗവാനെ പൊറുത്ത വരയ്ക്കും ഒരു ഏഴ ബ്രാഹ്മണെന്നോ ഒരു നല്ല ധനികനാന രാജാന്നോ വ്യത്യാസം കിടയാത്. ശ്രുതദേവഹ ഇതി ശ്രുതം ദ്വിജേന്ദ്രം. ശ്രുതദേവൻകര പ്രസിദ്ധനാന ബ്രാഹ്മണനും ബ്രാഹ്മണശ്രേഷ്ഠനും ഭക്തിപൂർണം നൃപതിം ബഹുലാശ്വം ച, ரொம்ப ഭക്തിയുള്ള രാജാവാന ബഹുലാശ്വനെയും യുഗപത് അനുഗ്രഹീതു കാമഹ, ഒരേ സമയത്തിൽ അനുഗ്രഹം பண்ணണം. 2 പേരും வந்து கூப்பிட்டுருக்க. ആരാധക ആദ്യം പോകണം, ആരാധക രണ്ടാമത് പോകണം ചൊല്ലാൻ முடியாது. എന്നാ ബ്രാഹ്മണൻ അത്ര ശ്രേഷ്ഠനാണ്. ബ്രാഹ്മണൻ ഭക്തിയുള്ള രാജ. 14 ത്വം താപസൈഹി സമേതഃ മിഥിലാം ച പ്രാപിത. മിഥില നഗരത്തേക്ക് മഹർഷിമാരെയും കൂട്ടിന്ത് ഒരേ സമയത്തിൽ 2 ഇടത്തേക്ക് പോനാളാം. അപ്പോൾ ഒരേ സമയത്തിൽ എപ്പടി 2 ഇടത്തേക്ക് പോകാൻ മുടിയും എന്നാണ് യോഗമായെന്നാൽ. നമ്മൾ നേരത്തെ பார்த்தோம் 16,000 அந்த സ്ത്രീകളെയും ഒരേ സമയം ഭഗവാൻ പണിഗ്രഹണം பண்ணினார் அப்படின்னு சொல்லி சொன்னோம். இந்த ரசக்கிரீட சமயத்தில் ஒவ்வொரு கோபியைக்கும் ஒவ்வொரு கிருஷ்ணனா பகவான் அங்கே നിന്ന് ഡാൻസ് ആടിനാർ, മഹാരാസം பண்ணினார் എന്നും. അപ്പം ഇതെപ്പടി സാധിക്കും? ഇങ്ങനെ തിരുപ്പിയും അതൊക്കെ കാട്ടുறார். ഒരേ സമയത്തിൽ യോഗമായെന്നാൽ அந்த മഹർഷിമാരെയും യോഗമായെന്നാൽ 2 ആക്കിനാളാം. ദ്വിമൂർത്തി ഉഭയോഹോ നികേതം, 2 ശരീരം എടുത്തത് 2 ആത്തിലെയും, അങ്ങനെ കൊട്ടാരത്തിലെയും ബ്രാഹ്മണ ഗൃഹത്തിലെയും യുഗപത് ഗച്ഛൻ, ഒരേ സമയത്തിൽ ഭഗവാൻ പോനാർ. ഭഗവാൻ മാത്രമല്ല ഋഷികളും. ഏകേന ഭൂരി വിഭവൈഹി വിഹിതോപചാരഃ, ബഹുലാശ്വൻ നിറയ വിഭവങ്ങൾ വെച്ച് അങ്ങ് ഭഗവാനെ പൂജ പണിനാർ. അന്യേന തദ്ദിനഭൃതൈഹി ഫലൗദനാദ്യൈഹി ച വിഹിതോപചാരഃ. ശ്രുതദേവൻ അന്യേന മറ്റേയാൾ ആണ് ശ്രുതദേവൻ. അതേ ദിവസം തദ്ദിനഭൃതൈഹി, അതേ ദിവസം അതേ സമയം നിറയെ കായ്കറികൾ, ചാതം, അന്നം ഇതെല്ലാം വെച്ച് പൂജ പണിനാരാ. തുല്യം പ്രസേദിത, 2 പേരെയും ഒരേമാതിരി അനുഗ്രഹം പണിനാർ, പ്രസാദിച്ചാർ. അഭ്യാം മുക്തിം ദദാഥാച, 2 പേർക്കും മുക്തിയെയും കൊടുത്താർ அப்படின்னு அதை சொல்லலாம். ഹരേ കൃഷ്ണ.